വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മുടെ പരിപാടി എൻ്റെ ബർത്ത്ഡേ ആയിട്ട് ചെറിയൊരു ഫുഡ് ഉണ്ടാക്കൽ പരിപാടിയാണ്. എന്ത് ചെയ്യാം, എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ടും എനിക്ക് വേറെ കണ്ടന്റ് ഇല്ലാത്തത് കൊണ്ടും നമ്മളിന്ന് വീഡിയോ ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് നല്ല തലശ്ശേരി സ്റ്റൈൽ ചിക്കൻ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. പ്രിപ്പറേഷനിലേക്ക് നടക്കാം. അപ്പോൾ ഇത് നമ്മൾ ചിക്കൻ ഇടുന്നുണ്ട്. ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളികളും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നമുക്ക് എടുത്ത് റെഡിയാക്കി വെക്കാം. അതാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തലശ്ശേരി സ്റ്റൈൽ ചിക്കൻ ബിരിയാണിയാണ്. നമുക്ക് ബിരിയാണിക്ക് ആവശ്യമുള്ള ഉള്ളികളും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എടുത്ത് വെക്കാം. പിന്നെ ഇടാനുള്ള ചപ്പുകൾ, മല്ലിച്ചപ്പ്, പുതിന, അങ്ങനെ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് സെറ്റാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ഇപ്പോൾ വാങ്ങിക്കൊണ്ടുവന്ന് ചിക്കൻ കഴുകി വൃത്തിയാക്കാം. 2 ചിക്കൻ വാങ്ങി നമ്മൾ ബിരിയാണിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നല്ല വൃത്തിയാക്കി തന്നെ കഴുകിയെടുക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചിക്കനെ നല്ല വൃത്തിയാക്കി കഴുകിയെടുക്കാം. നല്ല ബിരിയാണിക്ക് പറഞ്ഞിട്ട് നമ്മൾ പീസാക്കിയതാണ്. മീഡിയം സൈസ് ബിരിയാണി പീസാണ് ചിക്കൻ. അപ്പോൾ ഓരോന്നായിട്ട് നമ്മൾ പെട്ടെന്ന് വൃത്തിയാക്കി കഴിക്കുന്നത്. അപ്പോൾ ഇനി ചിക്കനൊക്കെ വൃത്തിയാക്കിയിട്ട് കാണാം. വേണ്ട വലിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ നമുക്ക് തോല് പൊളിച്ച് വൃത്തിയാക്കി റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിൻ്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു സൈഡിൽ നമ്മൾ എടുത്ത് ചെയ്യുന്നുണ്ട്. മീൻ ടൈം നമുക്ക് നമ്മുടെ തക്കാളി കാര്യങ്ങളൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വെക്കാം. അപ്പോൾ അതിവിടെ ഞാനും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതേ ടൈം നമ്മുടെ ചിക്കൻ്റെ പരിപാടി വൃത്തിയാക്കി റെഡിയായി നോക്കാം. ഓക്കെ, ഇനി കഴിഞ്ഞിട്ടില്ല, ഇത് ഗോയിങ് കൊണ്ടാണ്. വലിയുള്ളിയും പിന്നെ അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി അതൊക്കെ ഇവിടെ അരിഞ്ഞ് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് അടുത്ത സ്റ്റെപ്പ്. നല്ല അടിപൊളി ഇഞ്ചി. അപ്പോൾ ഇതിൻ്റെ അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ കറക്റ്റ് അറിയില്ല. നമ്മളൊരു ആറ് പേർക്കുള്ള ഫുഡാണ് ഇന്ന് റെഡിയാക്കുന്നത്. ബാക്കി ഇതിൻ്റെ പ്രിപ്പറേഷൻ നടക്കുമ്പോൾ നോക്കിയിട്ട് അളവ് ചോദിച്ച് നമുക്ക് സെറ്റാക്കാം. അപ്പോൾ ഇതിവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഇവിടെ ലുഡോ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ഈ കുക്കിങ്ങിൻ്റെ അടുത്തൊരു പ്രത്യേകത. ഈ സൈഡിൽ നമ്മളെ ക്ലീനിങ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നല്ല അടിപൊളിയായി വൃത്തിയാക്കി വളരെ കെയർഫുള്ളായി ചിക്കൻ്റെ ഓരോ തൂണും തുരുമ്പും മാറ്റി ഓരോ മുക്കും മൂലയും നല്ല വൃത്തിയാക്കി അടിപൊളിയാക്കി കഴുകി എടുക്കുന്നുണ്ട്. നല്ലോണം മാക്സിമം പറ്റുന്നിടത്തോളം നല്ലോണം വൃത്തിയാക്കി സെറ്റാക്കി എടുക്കാം. അപ്പോൾ അങ്ങനെ ക്ലീനിങ് കൂടെ പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ തക്കാളി കട്ട് ചെയ്തിടാം. അപ്പോൾ നമുക്ക് നമ്മളെ തക്കാളി കട്ടിങ് പരിപാടി കണ്ടിന്യൂ ചെയ്യാം. എന്തായാലും ചെറിയ കുനുകുന അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ക്യാരി ഓൺ ചെയ്യാം. അപ്പോൾ അവിടെ നമ്മൾ ഉള്ളി ഏകദേശം തോല് പിടിച്ച് തയ്യാറായി. ചിക്കൻ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ നമുക്ക് ബാക്കി ബിരിയാണിക്ക് ആവശ്യമുള്ള തക്കാളി കാര്യങ്ങളെല്ലാം കട്ട് ചെയ്ത് സെറ്റാക്കി വെക്കാം. ഇവിടെ ഞാൻ ഓൾമോസ്റ്റ് ഒരു 10 തക്കാളി എടുത്തിട്ടുണ്ട്. ബാക്കി ഉള്ളി കാര്യങ്ങളൊക്കെ അളവ് എങ്ങനെയെന്നുള്ള നമുക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് പറഞ്ഞുതരാം. നമ്മൾ കുക്ക് ചെയ്ത് ഓൾമോസ്റ്റ് ഒരു 6 പേർക്കാണ് ഫുഡ് കുക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ തക്കാളി കട്ടിങ് ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത നമ്മുടെ വലിയുള്ളി എന്തായെന്നുള്ളത് നോക്കാം. വലിയുള്ളി കട്ടിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തോല് പൊളിച്ച് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ കളിയും പുരോഗമിക്കുന്നുണ്ട്. ക്ലീനിങ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. അപ്പോൾ നമുക്ക് ബിരിയാണിക്ക് ആവശ്യമുള്ള
പീസ് നമ്മൾ 6 പേർക്കാണ് ബിരിയാണി. അപ്പോൾ അതിനനുസരിച്ചുള്ള പീസ് നമുക്കിവിടെ ചട്ടിയിലേക്ക് മാറ്റി വെക്കാം. ബാക്കി നമ്മൾ ഫ്രിഡ്ജിലേക്ക് ഓരോ ദിവസത്തേക്കാക്കി നമ്മൾ വേറെ ഇങ്ങനെ ബോക്സ് ആക്കി എടുത്ത് വെക്കുക ചെയ്യാറ്. പിന്നെ ആവശ്യാനുസരണം നമ്മൾ എടുത്ത് ബാക്കിയുള്ള കറി വെക്കാൻ അതിനകത്ത് യൂസ് ചെയ്യും. അപ്പോൾ ക്ലീനിങ് ഇവിടെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. അപ്പോൾ നമ്മൾ ബിരിയാണിക്ക് ഉള്ള പീസ് നമ്മളിവിടെ ഈ ചട്ടിയിലേക്ക് മാറ്റും. മെയിൻ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിക്കൻ കഴുകി വെച്ച ചിക്കനെല്ലാം മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇതിൽ മെയിനായിട്ട് യൂസ് ചെയ്ത ചില്ലി പൗഡർ, ടർമറിക് പൗഡർ, സോൾട്ട്, ഇത്രയും ഇതിലിട്ടിട്ട് ചിക്കനിൽ നല്ലോണം മാരിനേറ്റ് ചെയ്ത് സെറ്റാക്കുക. ഇത് എത്ര നേരം വെക്കണം? 10-15 മിനിറ്റ് വെച്ചിട്ട് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്ന ഫ്രൈ ചെയ്തിട്ട് അല്ല ഉണ്ടാക്കുന്ന ചിക്കൻ, നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് പിന്നീട് അതിൻ്റെ മസാല റെഡിയാക്കിയിട്ട് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ഫസ്റ്റ് മെയിൻ സ്റ്റെപ്പായിട്ട് ചിക്കൻ നല്ലോണം മാരിനേറ്റ് ചെയ്യുക, സെറ്റ്. അപ്പോൾ നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് ചിക്കൻ നമ്മൾ നല്ലോണം മുങ്ങിപ്പൊരിക്കുന്നില്ലല്ലോ? മുങ്ങി പൊരിച്ചാലും ഈ ബാക്കിയുള്ള എണ്ണ കൊണ്ടാണ് നമ്മൾ ഉള്ളി സവാള വാട്ടുന്നത്. അപ്പോൾ ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ബാക്കി നമ്മൾ മസാലയിൽ കിടന്ന് സെറ്റപ്പ് ആയിക്കോളും. ഇനി നമുക്ക് ഓരോ പീസായി പൊരിച്ചെടുക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ നല്ല ചിക്കൻ്റെ ലെഗാണ് വെച്ചിട്ടുള്ളത്. ഇനി ബാക്കി സൈഡ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അത് ചിക്കൻ നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളെ ചിക്കൻ ഇവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു പരിപാടി കഴിഞ്ഞിട്ട് വേണം നമുക്കിനി ചിക്കൻ്റെ മസാല കാര്യങ്ങൾ, ബിരിയാണിൻ്റെ മസാല റെഡിയാക്കാൻ. ചിക്കൻ നമുക്ക് ഓൾമോസ്റ്റ് ഒന്ന് സെറ്റാക്കി പൊരിച്ചെടുക്കാം. പിന്നെ ഇതൊന്ന് മറച്ചിട്ടിട്ട് നമുക്ക് അടുത്ത പരിപാടി നോക്കാം. ഇപ്പോൾ നമ്മൾ ചിക്കന് വൺ സൈഡ് ഓൾമോസ്റ്റ് ഫ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ട്, കുക്കായി. നമുക്കിതൊന്ന് മറച്ചിട്ട് നോക്കാം. നമ്മൾ ചിക്കൻ ഓരോ സൈഡ് മറച്ചിട്ട് കഴിക്കാം. എന്തോ ഒരു മടിയുണ്ട് മൂപ്പർക്ക് മറിയാൻ, നല്ല ഇഷ്ടമായിരുന്നത്. ഈ ഒരു ലെവലിൽ കുക്ക് ചെയ്തെടുത്താൽ മതി ഒരു സൈഡ്. കിട്ടുന്നുണ്ടെങ്കിൽ കല്ലിട്ട് തിരിച്ചാൽ കൊടുത്താലും മതി. അതിൻ്റെ എരിയും വേണം മാത്രം. ഓക്കെ, അപ്പോൾ വൺ സൈഡ് ഓൾമോസ്റ്റ് കുക്കായി. ഇനി ഒരു സൈഡും കൂടി കുക്കായി. ബാക്കിയുള്ള ചിക്കനും കൂടി ഫ്രൈ ചെയ്തെടുത്താൽ നമ്മൾ ചിക്കൻ അവിടെ സൈഡാക്കി വെക്കാം. അടുത്ത ഘട്ടം വലിയ ഉള്ളി കട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ ദൗത്യം ഫറു ഏറ്റെടുത്തിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വലിയ ഉള്ളി. ഉള്ളി ഈ ഒരു പരുവത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. നമുക്ക് 1 by 1 ആയിട്ട് നമുക്ക് അങ്ങനെ കട്ട് ചെയ്ത് കൊണ്ടുവരും. മീൻവൈൽ നമ്മുടെ ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്. ഏകദേശം ഈ ഒരു ലെവലല്ല. നമ്മൾ ഫസ്റ്റ് വെപ്പ് ചിക്കൻ ഓൾമോസ്റ്റ് ഫ്രൈ ആയി. നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് റിമൈനിങ് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഫസ്റ്റ് ട്രിപ്പ് ചിക്കൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ്. ഇനി സെക്കൻഡ് ട്രിപ്പ് നമുക്ക് പൊരിച്ചെടുക്കാം. വലിയുള്ളി ഇവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പുരോഗമിക്കുന്നുണ്ട്. വലിയുള്ളി ഏകദേശം ഒരു 10-14 നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിന് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം. നമ്മളെ റൈസ് വെക്കാനുള്ള പരിപാടി നോക്കാം. അപ്പോൾ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. പിന്നെ ഇതിൽ അടുത്ത സ്റ്റെപ്പ് എന്താ, സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് കുറച്ച് 6 kg ആഡ് ചെയ്യണം. അതിനുശേഷം നമ്മൾ അവിടെ അരിഞ്ഞ് വെച്ച വലിയുള്ളി ആഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ നമ്മളെ ചിക്കൻ ഫ്രൈ ആകുന്നുണ്ട്.
അവിടെ നമ്മൾ സ്പെഷ്യൽ ഐറ്റം സെറ്റ് ആകുന്നുണ്ട്. ഇവിടെ ഇനി കുറച്ച് 1/2 kg ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ബിരിയാണിക്ക് ചൂസ് ചെയ്തിട്ടുള്ളത്, നമ്പി സയൻസ് പ്യൂർ കൗ ഗീ. അപ്പോൾ നമുക്ക് നമ്മളെ ചട്ടിയിലേക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. എത്ര സ്പൂൺ വേണം? 2 സ്പൂൺ. ഓക്കെ, 2 സ്പൂൺ അല്ലേ? 2 സ്പൂൺ ഗീ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളെ വലിയ ഉള്ളി വാട്ടി സെറ്റാക്കി ഇടണം. അപ്പോൾ ഇത് നമുക്ക് ആവശ്യം, നമ്മളെ ചോറിന് ആവശ്യമുള്ള അത്ര ഉള്ളി ഇട്ട് കൊടുക്കാം. ബാക്കി നമ്മൾ മസാലയ്ക്ക് വേണ്ടി കട്ട് ചെയ്ത് വെച്ച ഉള്ളിയാണ്. റൈസിന് ആവശ്യമുള്ള ഉള്ളി നമ്മൾ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നല്ലോണം വാട്ടി സെറ്റാക്കി എടുക്കണം. നല്ലോണം ഒന്ന് വാട്ടി സെറ്റാക്കി എടുക്കാം. നമ്മൾ സെക്കൻഡ് ട്രിപ്പ് ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം. ഫൈനൽ ട്രിപ്പായി നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. മീൻ ടൈം നമ്മളെ റൈസിനുള്ള ഉള്ളി നല്ലോണം വഴണ്ട് വരുന്നുണ്ട്. നമുക്ക് ഇത് ആഡ് ചെയ്യണം. വീണ്ടും ട്രിപ്പ് തന്നെ തീർക്കാം അല്ലേ? മാക്സിമം ഇത് കംപ്ലീറ്റ് ചെയ്ത് ഇതും കൂടി ഫ്രൈ ചെയ്തെടുത്താൽ നമ്മളെ ചിക്കൻ്റെ ഫസ്റ്റ് ലെവൽ കംപ്ലീറ്റ് ആയി. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് കോരി വെച്ചിട്ടുണ്ട്. അതിന് അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീൻ ടൈം നമ്മളെ ഉള്ളി ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയി വരുന്നുണ്ട്. നമ്മൾ ഉള്ളി ഏകദേശം ഫ്രൈ ആയി വരുന്നുണ്ട്. ഇത് നമ്മൾ ബിരിയാണി എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ഡെക്കറേഷൻ മോഡൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉള്ളിയാണ്. അപ്പോൾ ഇതിന് നമ്മൾ ഇനി അണ്ടിപ്പരിപ്പും പിന്നെ ആഡ് ചെയ്യുന്ന മുന്തിരിയല്ലേ, മുന്തിരിയും കാഷ്യും കിസ്മിസെല്ലാം എടുത്തൊന്ന് അതും കൂടി ഇതിനപ്പോൾ ഫ്രൈ ചെയ്ത് എടുത്തിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. അപ്പോൾ ഇതിങ്ങനെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് നമ്മളെ കാഷ്യും നമ്മളെ മുന്തിരിയും ഇതും കൂടി നമ്മളെ ഉള്ളിലേക്ക് ആഡ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മളെ ഉള്ളി ഏകദേശം ഫ്രൈ ആയി സെറ്റായി. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിൻ്റെ സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് നമ്മളെ ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഫ്രൈ ചെയ്തെടുക്കണം. രണ്ടും ഒരുമിച്ച് ഫ്രൈ ചെയ്ത് അപ്പോഴത്തേക്ക് നമ്മൾ ഉള്ളി നല്ല ഡീപ്പ് ഫ്രൈ ആയി പൊരിഞ്ഞു പോകും. ഇതൊന്ന് മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് ഈ ഒരു എണ്ണയിലേക്ക് ഉള്ള ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മളെ കാഷ്യും ഫ്രൈ ചെയ്ത് വറുത്തെടുക്കാം. കാഷ്യൂ ആണ് ഫ്രൈ ചെയ്യേണ്ടത്. പിന്നെ നമ്മളെ കിസ്മിസ് മുന്തിരി നമ്മൾ കാഷ്യൂ ആവാൻ നേരത്ത് ജസ്റ്റ് ഇട്ടിട്ട് പെട്ടെന്ന് അങ്ങ് കോരിയെടുത്താൽ മതി. കാഷ്യൂ ഏകദേശം സെറ്റായി. ഇനി പെട്ടെന്ന് തന്നെ മുന്തിരി ഒന്നിട്ട് ഒന്ന് 4 വശം അങ്ങോട്ടും 4 വശം ഇങ്ങോട്ടും നമ്മളെ സംഭവം റെഡിയായി. ഇനി ഇതൊന്ന് കോരി മാറ്റി നമ്മളെ പ്ലേറ്റിലേക്ക് മാറ്റി. നമ്മൾ ബിരിയാണി സെറ്റായി കഴിഞ്ഞാൽ ഡെക്കറേറ്റ് ചെയ്യേണ്ട സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കി പരിപാടിയിലേക്ക് തുടങ്ങാം. നെയ്യ് ആഡ് ചെയ്ത് കൊടുത്ത് ഇത് റൈസ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. നേരത്തെ ഒരു 2 സ്പൂണ് നമ്മളെ സ്പെഷ്യൽ നമ്പി ഗീ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് റൈസ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലേക്ക് നോക്കാം. മീൻ ടൈം നമ്മളെ ചിക്കൻ്റെ ഒരു സൈഡ് ഓൾമോസ്റ്റ് കുക്കായി സെറ്റായിട്ടുണ്ട്. ഇതൊന്ന് മറിച്ചിട്ട് കൊടുത്ത് നമ്മൾ അവസാനത്തെ ട്രിപ്പ് ചിക്കനും കൂടി ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. മീൻ ടൈം നമുക്ക് നമ്മളെ ബിരിയാണിക്ക് വേണ്ട ഗാർലിക് ഇവിടെ തോല് വിളിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ സ്ഥിരം പറഞ്ഞ പോലെ തന്നെ തൊട്ടപ്പുറം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ തോല് വിളിച്ച് റെഡിയാക്കി എടുക്കാം. റൈസ് ഉണ്ടാക്കാനുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതിൽ നമ്മൾ റൈസിന് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതേപോലെ ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. റൈസിന് ആവശ്യമുള്ള സ്പൈസസ് ആഡ് ചെയ്യുന്ന ചടങ്ങാണ്. ഏലക്കായ ഇട്ട് കൊടുക്കുക. അതെന്താണ് കറാമ്പൂ ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് പട്ട. ആവശ്യത്തിന് പട്ടയും പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. ഇത് നേരത്തെ നമ്മൾ ഉപ്പിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നല്ലോണം തിളച്ചതിന് അരിയിടാം.
അതാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പ്. ഇതിൽ വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? കുറച്ച് സുറുക്ക ആഡ് ചെയ്യണം. അപ്പോൾ അത് കുറച്ച് സുറുക്ക എത്ര വേണ്ടി വരും? ഒരു സ്പൂൺ സുറുക്ക ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൽ റൈസല്ലേ ആഡ് ചെയ്യുന്നുള്ളൂ, നമ്മൾ വലിയ ഉള്ളിൽ നിന്ന് ആഡ് ചെയ്യില്ലല്ലോ. അപ്പോൾ നമ്മൾ നേരിയരി ആഡ് ചെയ്യലാണ്. അപ്പോൾ ഇത് നമുക്കിത് കുറച്ച് നേരിയരി ആവശ്യത്തിന് നേരിയ എടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്കതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മസാല ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് പാത്രത്തിൽ തന്നെ വലിയുള്ളി വഴറ്റാൻ വെക്കാം. അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുക്കാം. വലിയുള്ളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഉള്ളിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. തൊട്ടിപ്പുറത്ത് നമ്മളെ റൈസ് കുക്ക് ചെയ്യാനുള്ള സംഭവം വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം മസാല ഇതേക്കാൻ വേണ്ടി ഉള്ളി വാട്ടിക്കൊണ്ടിരിക്കുകയാണ്. നല്ലോണം മിക്സ് ചെയ്ത് സെറ്റാക്കി കൊടുക്കാം. ചോറിന് വേണ്ട റൈസ് നല്ലോണം കഴുകിയെടുക്കുക. ഇത് എത്ര നായി ഉണ്ടാവും? 1 കിലോ റൈസ്. 1 കിലോ റൈസാണ് നമ്മളിന്ന് ബിരിയാണി വെക്കുന്നത്. അപ്പോൾ 1 കിലോ അരി നല്ലോണം കഴുകി വൃത്തിയാക്കാം. അങ്ങനെ അരി നല്ല വൃത്തിയൊക്കെ കഴുകി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് അരി നല്ല തിളച്ച വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ അരി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടിയും ബാക്കിയുണ്ട്. അപ്പോൾ അരിയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഓക്കെ, നമ്മൾ 1 കിലോ അരി നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് അമ്മ എന്താണ് അടുത്ത പരിപാടി? ഇത് വെന്ത് നമ്മുടെ റൈസ് റെഡി അല്ലേ? ഇത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ അത്രയാണ് നമ്മളെ റൈസിൻ്റെ പരിപാടികൾ. ഇവിടെ നമ്മൾ മസാലയ്ക്കുള്ള ഉള്ളി വാട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിലേക്ക് കിടക്കാം. ഈ റൈസിന് എത്ര നേരം കുക്ക് ചെയ്യേണ്ടി വരും? ചെറിയ സിമ്മിലേ ഉള്ള. എത്ര നേരം കൂടി കുക്ക് ചെയ്യേണ്ടി വരും? ഏതെങ്കിലും ഉണ്ടെന്ന് ചെക്ക് ചെയ്തിട്ട് ബാക്കി എത്ര നേരം കൂടി കുക്ക് ചെയ്യേണ്ടി വരും നോക്കാം. അപ്പോൾ മസാല ഇവിടെ വഴറ്റി വരുന്നുണ്ട്. ഓൾമോസ്റ്റ് സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റും കൂടി കുക്ക് ചെയ്ത് നമ്മളെ റൈസ് റെഡിയാവുമെന്നാണ് ഉമ്മച്ചി പറയുന്നത്. ഒരു ചെറിയ സിമ്മിൽ 5 മിനിറ്റ് കൂടി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. വീണ്ടും നമ്മളെ മസാല ഓൾമോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഉള്ളി കഴിഞ്ഞ് നമ്മൾ അടുത്ത് തക്കാളി ആഡ് ചെയ്യാം. ഉള്ളി ഒന്ന് ഇനിയിപ്പോൾ എത്ര മിനിറ്റ് കൂടി ചെയ്യേണ്ടി വരുന്നു? ഒന്നും കൂടി ഒന്ന് വഴണ്ടി വരാം. ഏകദേശം ഇനി നമുക്കിതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം അല്ലേ? അത് ഏകദേശം നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഫുൾ ആഡ് ചെയ്യുന്ന ആവശ്യാനുസരണം തക്കാളി ചേർത്ത് കൊടുക്കാം. ഓക്കെ, നല്ല ഉടഞ്ഞ് വരണം അല്ലേ? അത് ഞാൻ കട്ട് ചെയ്തേ. ഓക്കെ, അതിന് തക്കാളി കൂടെ ഒന്ന് വെന്ത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് പിന്നെ എന്താ അമ്മ? തക്കാളി കൂടെ ഒന്ന് റെഡി ആയി കഴിഞ്ഞാൽ ഗാർലിക്കും ഇഞ്ചിയും ജിഞ്ചർ ഗാർലിക്ക് ചില്ലി പേസ്റ്റാണ് പേസ്റ്റ് ആഡ് ആക്കണം. അപ്പോൾ ഒന്ന് തക്കാളി ഒന്ന് സെറ്റായിട്ട് കാണും. അടുത്ത മസാലയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ തോല് പൊളിച്ച ഇഞ്ചി ഇവിടെ ഉണ്ട്, അതുപോലെ വെളുത്തുള്ളി ഉണ്ട്. ഇനി വലിയുള്ളി ഇട്ടിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം. ആവശ്യത്തിന് പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതൊന്ന് ചതച്ച് റെഡിയാക്കി എടുക്കാം. നമ്മുടെ പറമ്പിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയ പച്ചമുളകാണ്. ഈ ചാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ചതച്ചെടുക്കാം. എന്നിട്ടായി നമ്മളെ മസാല ഒന്ന് ഇളക്കി സെറ്റാക്കി കൊടുക്കാം. തക്കാളി നല്ലോണം ഉടഞ്ഞ് വരണം.
എന്താ അത് പാകത്തിനുണ്ട് കുറച്ചുകൂടെ ആയിട്ട് നമ്മൾ ഇളക്കി ഒന്നുകൂടി ഒന്ന് നല്ലോണം ഉടഞ്ഞു വന്നിട്ട് നമുക്ക് അടുത്ത പരിപാടി നോക്കാം. നമ്മുടെ ഓക്കെ നമുക്കതൊന്ന് അടിച്ചെടുത്തിട്ട് നമ്മുടെ പച്ചമുളകിനെ ചതച്ചെടുക്കാം. എന്താ അവസ്ഥ പരുവം നോക്കാം. ഓക്കെ അല്ല ഇതെങ്ങനെ വേണ്ടേ നമുക്ക് അതന്നെ റെഡിയായി. അപ്പോൾ അങ്ങനെ നമ്മളെ തക്കാളി ഏകദേശം സെറ്റായി റെഡി ആയില്ലേ. അതിൻ്റെ വന്ന് നമുക്ക് മസാലയുടെ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. നമ്മളെ ബിരിയാണി റൈസ് റെഡിയായി നമ്മൾ ഓഫാക്കി സെറ്റാക്കി വെച്ചിട്ട് ഇപ്പോൾ മസാലേൻ്റെ അടുത്ത് നമ്മൾ ചതച്ച ഇഞ്ചിയും മുളകും വെളുത്തുള്ളിയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്ത് സെറ്റാക്കി കൊടുക്കുക. നമ്മുടെ മസാലയിലേക്കുള്ള ഇലകളാണ്. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കി സെറ്റാക്കാം. ഒരു മല്ലിച്ചപ്പുണ്ട്, ഇതെന്താണ് പൊതിന. അപ്പോൾ നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കാം. ഇന്നലെ നമ്മൾ ലുലു മാളിൽ പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ കുഴപ്പമില്ല, ചെറിയ ചെറിയ ഇലകളൊക്കെ വാടിയതുണ്ട്. അപ്പോൾ അതെല്ലാം മാറ്റി ക്ലിയർ ചെയ്ത് നല്ല ഫ്രഷായിട്ടുള്ള കാലിക്കറ്റുണ്ടല്ലോ. അപ്പോൾ ഫ്രഷായിട്ടുള്ള മല്ലിച്ചപ്പ് മാറ്റി നമ്മൾ ആവശ്യത്തിന് അനുസരിച്ച് മല്ലിച്ചപ്പും പൊതിന മാറ്റി വെച്ച് നല്ല കട്ട് ചെയ്ത് റെഡിയാക്കിയിടും. നമ്മൾ പൊതിന ഇല സെപ്പറേറ്റാക്കി മാറ്റി വെച്ച് ഫ്രഷ് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നല്ലോണം കട്ട് ചെയ്ത് സെറ്റാക്കണം. കുനുകുനാന്ന് കട്ട് ചെയ്തെടുക്കാം മല്ലിച്ചപ്പും പൊതിനയും. മല്ലിച്ചപ്പ് അത്യാവശ്യം കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി പൊതിന ഇല നല്ല അടിപൊളി സ്മെല്ലടിക്കുന്നുണ്ട്. മല്ലിച്ചപ്പിൻ്റെയും പൊതിനൻ്റെയും നല്ലോണം കട്ട് ചെയ്ത് സെറ്റാക്കാം. ഇനി നമുക്ക് നമ്മളെ മസാലയിലേക്ക് ആഡ് ചെയ്യാനായ അടുത്ത ഇതാ ഇലകളല്ലേ മെയിൻ മസാല അല്ലേ. മസാല ഇവിടെ ഓൾമോസ്റ്റ് നമ്മൾ ഇഞ്ചിയും ഇതെല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ അടുത്ത സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഓരോ സ്പൈസസ് ആഡ് ചെയ്യാം. ഫസ്റ്റ് വൺ ഗരം മസാല. എത്ര സ്പൂണാണ്? 1.5 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി മഞ്ഞൾ എത്ര സ്പൂണാണ്? അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നെക്സ്റ്റ് വരേണ്ടത് മല്ലിപ്പൊടി. മല്ലിപ്പൊടി 1 സ്പൂൺ ആഡ് ചെയ്യാം. ഓൾമോസ്റ്റ് സ്പൂൺ. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ അടുത്തതിൽ ആഡ് ചെയ്യുന്ന മെയിൻ സാധനം എന്താ? മല്ലിച്ചപ്പ് അല്ലേ. അപ്പോൾ ഇത്രയും മസാല ആഡ് ചെയ്ത് ഇത് കുറച്ച് നേരം കുക്ക് വെക്കണോ അല്ലെങ്കിൽ നേരെ നമുക്ക് മല്ലിച്ചപ്പ് ആഡ് ചെയ്യാം. ഇനി അടുത്ത നേരെ നമുക്ക് മല്ലിച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. മല്ലിച്ചപ്പും പുതിനയും ഇപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് സെറ്റാക്കാം. നല്ല അടിപൊളി മണം വരുന്നില്ല നമ്മുടെ മസാലൻ്റെ. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ ചിക്കൻ. അതോടെ നമ്മൾ മസാല റെഡിയാകാം. ഒരു 10 മിനിറ്റ് ചെറിയ സിമ്മിൽ കുക്ക് ചെയ്യാൻ അല്ലേ. നേരത്തെ പൊരിച്ച് വെച്ച ചിക്കൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ചിക്കനെ ഇതിലിട്ട് ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. മസാല നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് സിമ്മിലിട്ട് കുക്ക് ചെയ്താൽ നമ്മൾ ബിരിയാണീൻ്റെ മസാല റെഡി. ചോറിവിടെ റെഡിയാണ്. മസാല ഇവിടെ ഓൾമോസ്റ്റ് റെഡിയായി. ഒരു 10 മിനിറ്റ്സ് കൊണ്ട് നമ്മുടെ മസാലയും സെറ്റാവും. അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ചിക്കനൊക്കെ എല്ലാ മസാലയും ഒക്കെ എത്തുന്ന പോലെ നല്ലോണം മിക്സ് ചെയ്ത് സെറ്റാക്കാം. നല്ല അടിപൊളി സ്മെല്ല് ഇപ്പോൾ തന്നെ വരുന്നുണ്ട്. പിന്നെ ഒരു 10 മിനിറ്റ് മസാലയിലൊന്ന് ചിക്കൻ കടന്നിട്ടൊന്ന് കുക്കായി കഴിഞ്ഞാൽ നമ്മൾ മസാല റെഡിയാണ്. നമ്മളിത് നേരത്തെ പൊരിച്ച ചിക്കൻ ആണെങ്കിൽ പോലും നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കൻ ആണെങ്കിൽ പോലും ഇപ്പോൾ നമ്മൾ മസാലയിലൊന്ന് മിക്സാക്കി ഒരു 10 മിനിറ്റ് അതിലൊന്ന് കടക്കുമ്പോഴാണ് അതിൻ്റെ ആ ഫ്ലേവർ കംപ്ലീറ്റ് ഒന്ന് ഇറങ്ങി രണ്ടും കൂടി ഒന്ന് സെറ്റായി വരുള്ളൂ.
മാക്സിമം മിക്സ് ആക്കി കൊടുത്ത് ഇനി നമ്മളൊന്ന് 10 മിനിറ്റ് സ്ലോ കുക്ക് ചെയ്യാം. 10 മിനിറ്റ്. അവസാനത്തെ ഫൈനൽ ഘട്ടത്തിലേക്ക് എത്തി. ദമ്മിടാനുള്ള പരിപാടിയാണ്. അപ്പോൾ റൈസ് ഇവിടെ നല്ല സൂപ്പറായി വന്നിട്ടുണ്ട്. നമുക്ക് ദമ്മിടുന്ന പരിപാടിയിലേക്ക് കടക്കാം. കുറച്ച് റൈസ് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റി വെക്കാം. അത്ര മതിയോ? ഓക്കെ. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളെ റെഡിയായ മസാല. ആവശ്യത്തിന് റൈസ് മാറ്റി വെച്ച് ഇതാണ് നമ്മൾ ദമ്മിടാനുള്ള ലെയർ. ഇപ്പോൾ ഫസ്റ്റ് ലെയർ റൈസ് ഇവിടെ റെഡിയാണ്. നമ്മൾ അടുത്ത സ്റ്റെപ്പായിട്ട് എന്താ ആഡ് ചെയ്ത് നോക്കാം. കളർ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയില, പിന്നെ ഗരം മസാല കുറച്ച് ഗരം മസാല തൂവി കൊടുക്കാം. പിന്നെ അടുത്തത് മസാല. മസാല ലെയർ ഇട്ട് കൊടുക്കാം. നമുക്ക് ലെയർ മസാല ഇത് ഒറ്റ ഇങ്ങനെ കുറേ ലെയർ ആഡ് ചെയ്യുന്നുണ്ടോ? രണ്ട് ലെയർ ലെഗ് പീസ് നമുക്ക് നെക്സ്റ്റ് എടുക്കാം. ഫസ്റ്റ് ലെയർ മസാല സെറ്റാക്കുന്നുണ്ട്. അടുത്ത സെറ്റ് ഓഫ് റൈസ് ആഡ് ചെയ്യാം. നെക്സ്റ്റ് ലെയർ റൈസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫസ്റ്റ് ലെയർ സെറ്റാക്കി. ഫസ്റ്റ് ലെയർ റൈസ്, പിന്നെ അതിൻ്റെ പേര് മസാല കാര്യങ്ങൾ, പിന്നെ റൈസ് ഇട്ട് സെറ്റാക്കി. ഇനി സെയിം സംഭവം ഒന്നുകൂടി ആവർത്തിക്കാം. റിപ്പീറ്റ് ചെയ്യാം. കളർ ഒഴിക്കുക, കുറച്ച് മല്ലിച്ചപ്പ്, പിന്നെ കുറച്ച് ഗരം മസാല കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. മല്ലിച്ചപ്പ്. ഇനി മസാല ആഡ് ചെയ്യാം. ചിക്കൻ ലെഗ് പീസ്, ആക്ച്വലി ഇന്ന് ബിരിയാണി ഉണ്ടാക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അതിൻ്റെ സ്പെഷ്യൽ കുക്കിംഗ് വ്ലോഗാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളി ലെഗ് പീസൊക്കെ വെച്ച് അടുത്ത ലെയർ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ മസാലൻ്റെ ലെയർ റെഡിയായി. ഇനി ഇതിന് മുകളിൽ നമ്മൾ അടുത്ത റൈസിൻ്റെ ലെയർ ഇട്ട് കൊടുക്കാം. അങ്ങനെ ഫൈനൽ ലെയർ ഓഫ് റൈസും കൂടി ആഡ് ചെയ്ത് നമ്മൾ ദമ്മ് പരിപാടിയിൽ അവസാനിക്കാൻ പോവുകയാണ്. റൈസ് ഇട്ട് സെറ്റാക്കി എടുക്കാം. അങ്ങനെ ഫൈനൽ ലെയർ ഓഫ് റൈസും ഇട്ടുകൊടുത്ത് നമ്മളെ ദമ്മിൻ്റെ പരിപാടികൾ ഏകദേശം സെറ്റായി. ഇനി ഫൈനൽ ടച്ചിങ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുണ്ട്. ആയിട്ട് നമ്മളൊന്നുകൂടി ബിരിയാണി കളർ കാര്യങ്ങളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് ഗരം മസാലയും കുറച്ചിട്ട് കൊടുക്കുക. ഇട്ട് കൊടുക്കുക. ഇനി വേണ്ട സാധനം എന്ന് പറയുന്നത് എന്താണ്? മല്ലിയില. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഫ്രൈ ചെയ്ത് വെച്ച നമ്മളെ ഒനിയനുണ്ട്, കിസ്മിസ്, അണ്ടിപ്പരിപ്പ്, ഈ ഉള്ളി കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല ഗാർണിഷ് ചെയ്ത് സെറ്റാക്കി കൊടുക്കാം. ഇതാണ് നമ്മളെ ബിരിയാണിൻ്റെ ഫൈനൽ ടച്ച്. ദമ്മ് പരിപാടി ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. നമ്മുടെ തലശ്ശേരി സ്റ്റൈൽ ചിക്കൻ ബിരിയാണി ദമ്മിൻ്റെ പരിപാടി കഴിഞ്ഞ് ഇനി അടുത്തത് എന്താണെന്ന് നോക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ ദമ്മിട്ട് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ബിരിയാണി സെറ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ഈ വ്ളോഗ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ കുക്കിംഗ് വ്ളോഗ് ഇനിയും ചാനൽ വരുന്നതാണ്. ബിരിയാണി റെഡിയായി. ഒരാളുടെ പ്ലേറ്റ് ഇതാ, അവിടെ നിന്ന് പ്ലേറ്റ് അവിടെ ഉണ്ട്. ഇപ്പോൾ ബിരിയാണി സെറ്റാണ്. ഉമ്മ ഒന്ന് വിളമ്പി നോക്കട്ടെ. ദം പൊട്ടിക്കും. സംഭവം സെറ്റായി. അടിപൊളി തലശ്ശേരി ചിക്കൻ ബിരിയാണി. ഓ ലെഗ് പീസ് അതിന് കേട്ടോ പ്ലേറ്റ്. അടിപൊളി
സൂപ്പർ ഡൂപ്പർ ബിരിയാണി. നമ്മുടെ സ്പെഷ്യൽ തലച്ചോറുണ്ട്, സെറ്റായി കഴിച്ച് റെഡിയാണ്. ഞാൻ കഴിച്ചിട്ട് ഒപ്പീനിയൻ പറയുന്നില്ല, കാരണം സംഭവം സൂപ്പറാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.